Hi all, welcome to ONCE. Fourth semester civil engineering KTU syllabus design of concrete structures subject code PBCET 404 having credit 4. അതില് നമ്മൾ ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ഓഫ് സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ്. അപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് DCS ഫൂട്ടിങ്ങിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഫൂട്ടിങ്ങിന്റെ ഡിസൈനിൽ വരുന്നത് റെക്ടാങ്കുലർ ഓർ സ്ക്വയർ ഫൂട്ടിംഗ് ഡിസൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ ഓറായിട്ട് വരുന്നത് ഓപ്ഷനായിട്ട് വരുന്നത് സ്റ്റാറ്റ് ഡിസൈൻ ആണ്. സോ തിയറി ആയിട്ടും ഡിസൈൻ ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഡീപ് ഫൗണ്ടേഷൻസും മാറ്റ് ഫൂട്ടിങ് അങ്ങനെ അതിൻ്റെ ഒന്നും ഡിസൈൻ നിങ്ങൾക്ക് ഇല്ല. സോ നമുക്ക് ഇൻട്രോ നമ്മൾ ഒരു ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു ഐസൊലേറ്റ് ഫൂട്ടിങ്സിന്റെ കാര്യങ്ങളൊക്കെ. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്മിങ് അണ്ടർ ദി ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷനിൽ വരുന്നതാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഇസ് ലെസ് ഓർ മേ ബി ഈക്വൽ ടു വിഡ്ത്ത്. ഈ വിഡ്ത്തിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ അതിന്റെ ഈക്വലോ ആയിട്ടുള്ള ഡെപ്ത് അത്രയും ഉള്ളൊരു ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ ഷാലോ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഷാലോ ഫൂട്ടിങ്സ് മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ ഹാർഡ് സ്ട്രാറ്റംസ്, അതായത് നല്ല ഉറച്ച മണ്ണ് അല്ലെങ്കിൽ ഉറച്ച ഭൂമി അല്ലെങ്കിൽ നമുക്ക് റോക്ക് പോലെ റോക്കി ആയിട്ടുള്ള സർഫസസ് ഒക്കെ നമുക്ക് അധികം താഴെ അല്ലാതെ നമ്മുടെ സർഫസിൽ നിന്ന് അധികം താഴെ അല്ലാതെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി നല്ല ഹയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ പണിയാൻ പോകുന്ന സ്ട്രക്ചർ ഇസ് നോട്ട് അറ്റ് ഓൾ ഭയങ്കര ഹൈ മൾട്ടി സ്റ്റോറേഡോ അല്ലെങ്കിൽ ഭയങ്കര ഹൈ ഫങ്ഷണൽ ബിൽഡിംഗ് അല്ല, ലൈക്ക് ഒരുപാട് ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആസ് പെർ അവർ എക്കണോമി ആൻഡ് അത്. അപ്പൊ ഈ ഷാലോ ഫൗണ്ടേഷൻസിൽ വരുന്നതാണ് ഐസൊലേറ്റഡ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ കോളത്തിലും നമ്മൾ ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കും. ആ ഫൗണ്ടേഷൻ ഓരോ ഫൂട്ടിങ് എടുക്കുക, സ്ക്വയറോ റെക്ടാങ്കുലറോ ആയിട്ടുള്ള ഫൂട്ടിങ്, അതിന്റെ മുകളിലേക്ക് ഓരോ കോളംസ്, അതിന് നമ്മൾ ഐസൊലേറ്റഡ് കോളംസ് എന്ന് പറയും. ഓക്കെ, ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ്, നോട്ട് കോളംസ്, ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ അതിന്റെ ഒരു തിയറി സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത് സിംഗിൾ കോളംസിലാണ് നമ്മൾ ഓരോ സിംഗിൾ കോളത്തിലും ഓരോ ഫൂട്ടിങ് കൊടുക്കും. ഇതിൽ തന്നെ സ്ക്വയറും ഉണ്ട്, അതായത് ഫൂട്ടിങ്ങിന്റെ സൈസ് സ്ക്വയർ പോലെയാണ് എന്നുണ്ടെങ്കിൽ അതിന് സ്ക്വയർ ഫൂട്ടിംഗ് എന്ന് പറയും. അല്ല റെക്റ്റാങ്കിൾ പോലെയുള്ള ഫൂട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് എന്ന് പറയും. ആസ് പെർ ഇറ്റ്സ് ഫങ്ഷൻ, ആസ് പെർ ഇറ്റ്സ് സൈസ് ആൻഡ് ഡയമെൻഷൻ. ഓക്കെ, ദെൻ ഇവിടെ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്സിൽ സ്ക്വയർ ഫൂട്ടിങ്സ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് സ്ക്വയർ, അതായത് സിമെട്രിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് ആണ്. ലോഡിങ് സിമെട്രിക്കൽ ആയിട്ട് വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, ഭയങ്കരമായിട്ട് ലോഡ് വരുന്നില്ല, അങ്ങനെയുള്ള കേസസിലൊക്കെ ആണെങ്കിൽ സ്ക്വയർ കൊടുത്താൽ മതി. പക്ഷെ കുറച്ചും കൂടി ലോഡ് ബെയറിംഗ് ആയിട്ടാണ്, അല്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ ലോഡ് കൺസ്ട്രെയിൻസ് വരുന്ന ഏരിയയിൽ നമ്മൾ അതർ ദാൻ സ്ക്വയറിനേക്കാൾ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് റെക്ടാങ്കുലർ ഫൂട്ടിങ്സ് ആണ്. സോ ഡിസൈൻഡ് ഫോർ ഇത് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്? സേഫ് ബെയറിംഗ് കപ്പാസിറ്റി, സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുക. ബെൻഡിങ്, ഷിയർ, ഡീറ്റെയിലിംഗ്, ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ ഡിസൈൻ ഓഫ് ഫൂട്ടിങ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ ഏതൊക്കെയാണ് റെലവൻറ്റ് കോഡ്സ്? IS 456 2000, IS 64003 1981, then IS 875 and IS 1893. ഇതൊക്കെയാണ് റെലവൻറ്റ് കോഡ്സ് കമ്മിങ് അണ്ടർ ദിസ്. അപ്പൊ കോളത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്കൊരു ഫൂട്ടിംഗ് ഡിസൈൻ പ്രോബ്ലം തന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളത്തിലേക്ക് വരുന്ന ലോഡ് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈ ലോഡ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമുക്ക് തന്നിട്ടുള്ള ലോഡ് ഉണ്ടാവും. ആ ലോഡിലും നമ്മളൊരു 10% കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫൂട്ടിങ്ങിന്റെ ഒരു സെൽഫ് വെയിറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫൂട്ടിങ്ങിനും, കാരണം നമുക്ക് തരുന്ന ലോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ സെൽഫ് വെയിറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലോഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫൂട്ടിങ് നമ്മൾ പണിയുമ്പോൾ ഫൂട്ടിങ്ങിന് ഇറ്റ്സെൽഫ് ഒരു സെൽഫ് വെയിറ്റ് വരും. അപ്പൊ അത് നമ്മുടെ ഈ ലോഡിൽ ഇല്ല. ദാറ്റ്സ് വൈ വി ഹാവ് ടു അക്കൗണ്ട് ഫോർ ദിസ് സെൽഫ് വെയിറ്റ് ലോഡ്, അല്ലേ? ഈ സെൽഫ് വെയിറ്റ് ലോഡിന് കൂടി ഉള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ലോഡിൽ നിന്ന് ഒരു 10% കൂടി കൂട്ടുക. ഓക്കെ, ദാറ്റ് ഇസ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണ് നമ്മുടെ ടോട്ടൽ ലോഡ്. ഇതിന്റെ കൂടെ ഒരു 10% എക്സ്ട്രാ നമ്മൾ കൊടുക്കണം.
സർവീസ് ലോഡ്സ് ആണ് നമ്മുടെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ സർവീസ് ലോഡ്സ് ഫാക്ടർ ലോഡ് അല്ല സർവീസ് ലോഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. സോ ഇതിന്റെ ക്ലോസ് വരുന്നത് IS 6403 ക്ലോസസ് വരുന്നുണ്ട് ഇതിനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ലോഡ് എടുക്കുക, ലോഡ് പ്ലസ് 10% കൂടി കൊടുക്കുക, ടോട്ടൽ ലോഡ് ഫൂട്ടിങ്ങിൽ വരുന്നത് കണ്ടുപിടിക്കാനായിട്ട്. അതാണ് ഫസ്റ്റ് ഡിസൈൻ. സോ ദ ക്ലോസസ് ആർ കമ്മിങ് ഫ്രം IS 6403 1981 ക്ലോസസ് 5.4. ഇതിൽ റെഫറൻസസിൽ സെൽഫ് വെയിറ്റിംഗിന്റെ കാര്യങ്ങൾ, ഫാക്ടഡ് ലോഡ്സ്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, 10% വരുന്ന തിയറീസ് എല്ലാം ഈ ക്ലോസസിൽ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്, SBC, സേഫ് ബെയറിംഗ് കപ്പാസിറ്റി നോക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഡിസൈൻ എഞ്ചിനീയർ ആണെങ്കിൽ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഒക്കെ കണ്ടുപിടിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ചുമതല. അപ്പൊ അവര് ബോർഹോൾ ടെസ്റ്റ് ഒക്കെ നടത്തി ആ സ്പെസിഫിക് സൈറ്റിൽ നിന്ന് നമുക്ക് അവരുടെ സോയിലിന്റെ പ്രോപ്പർട്ടി ഇത്രയാണ് അതിന്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് തരും. ആ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി. സോ മെയിൻലി സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഒബ്റ്റെയിൻഡ് ഫ്രം ദി സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. അതിൽ നിന്ന് നമ്മൾ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ നമ്മുടെ ഡിസൈനിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി മിക്കവാറും ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റീസിൽ. Okay, so this is also referred in code 6403 1981 clauses 4.1. അതിലേക്ക് നമുക്ക് ഇത് ഇതിന്റെ ക്ലോസസ്, സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ക്ലോസസ് എല്ലാം, ഫാക്ടർ ഓഫ് സേഫ്റ്റി എങ്ങനെ എടുക്കുന്നത്, ഇതിന്റെ കാര്യങ്ങളെല്ലാം ജനറലി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ലോഡൊക്കെ കിട്ടി. ഇന്ന് നമുക്ക് ഫൂട്ടിങ്ങിന്റെ ഡിസൈനിലേക്ക് കിടക്കണം. ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ഏരിയ എത്രയെന്ന് കണ്ടുപിടിക്കണം അല്ലെ? ഫൂട്ടിങ്ങിന് നമ്മൾ എത്ര ഏരിയ കൊടുക്കുന്നു അതിനനുസരിച്ചല്ലേ നമുക്ക് സൈസ് ഒക്കെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ ഏരിയ ഓഫ് ഫൂട്ടിങ് യു ഷുഡ് സെലക്ട്. എങ്ങനെ ഏരിയ ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിക്കും? നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടി ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി നമ്മുടെ സോയിൽ റിപ്പോർട്ടിൽ നമുക്ക് കിട്ടി. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഏരിയ ഓഫ് ഫൂട്ടിംഗ് ആണ്. അപ്പൊ ഈ ഏരിയ ഓഫ് ഫൂട്ടിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഒരു മീറ്റർ സ്ക്വയറിൽ നമുക്ക് എന്താ പറയാ, ടോട്ടൽ ലോഡ് ബൈ SBC ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ഈ ഏരിയ രണ്ടിനും രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത്. സ്ക്വയർ ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലെ, വിഡ്ത്തും ബ്രെഡ്ത്ത് ഒക്കെ സെയിം ആണ് അല്ലെ. അപ്പൊ എന്താ ചെയ്താൽ മതി, റൂട്ട് ഓഫ് A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൈസ് കിട്ടും, കോളത്തിന്റെ വിഡ്ത്തും ബ്രെഡ്ത്തും ഒക്കെ കിട്ടും, ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം നമുക്ക് സുഖമായിട്ട് കിട്ടും ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ റെക്ടാംഗുലർ ഫൂട്ടിങ്ങിലാണെങ്കിൽ ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ജനറലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടാംഗുലർ ഫൂട്ടിങ്ങിന് L/B റേഷ്യോ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് 1.2 to 2 ആ ഒരു റേഷ്യോയിലായിരിക്കും. അതായത് L/B ലെങ്ത് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.2 to 2 എന്ന് പറയുന്ന ആ റീജിയനില്, ആ ഒരു റേഞ്ചിൽ വരുന്ന രീതിയിൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുമല്ലോ. ആ ടോട്ടൽ ഏരിയയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കിട്ടുന്ന ടോട്ടൽ ഏരിയയിൽ നിന്ന് നമ്മൾ ആ ഒരു റേഷ്യോ ഒബ്റ്റെയിൻ ചെയ്യാം. ഇപ്പൊ സപ്പോസ് നമുക്ക് ഏരിയ അറിയാം, അപ്പൊ ഏരിയ 6 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 6 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ L/B എന്ന് പറയുന്നത് 1.2 അല്ലെങ്കിൽ 1.3, ഇൻ ബിറ്റ്വീൻ 1.2 to 2. സോ 6 എന്ന് പറയുന്നത് നമുക്ക് 1.2 ലെങ്ത് ഇസ് ഈക്വൽ ടു, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, ലെങ്ത് ഇസ് ഈക്വൽ ടു 1.2 ടൈംസ് ബ്രെഡ്ത്ത് അല്ലേ. അപ്പം ദിസ് 1.2 ബ്രെഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 6. അതിൽ നിന്ന് നമുക്ക് ബ്രെഡ്ത്ത് കിട്ടും, കറസ്പോണ്ടിങ് ലെങ്ത് കിട്ടും. അങ്ങനെ നമുക്ക് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്തത്, അപ്പൊ ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൈസ് ഓഫ് ഫൂട്ടിങ്സ് ഫിക്സ് ചെയ്യാണ്. സൈസ് ഓഫ് ഫൂട്ടിംഗ് ഫിക്സ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സ്ക്വയർ ആണെന്നെങ്കിൽ റൂട്ട് ഓഫ് A, റെക്ടാംഗിൾ ആകുമ്പോഴാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക. ലെങ്ത് ബൈ ബ്രെഡ്ത്ത് എന്ന് പറയാൻ 1.2 to 2 എന്ന് പറയുന്ന റേഷ്യോ എടുക്കുക. അതിൽ നിന്ന് നമുക്ക് IS 456 34.1 നമുക്ക് എങ്ങനെയാണിത് ഫിക്സ് ചെയ്യുന്നതെന്ന്. ദെൻ ഈ ക്ലോസസ് നിങ്ങൾക്ക് IS 456 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൂട്ടിംഗ് 34 ക്ലോസ് നമ്പർ 34 ഫൂട്ടിങ്ങിനെ പറ്റിയുള്ള ജനറൽ തിങ്സ്, അതിന്റെ കപ്പാസിറ്റീസ്, ബെയറിംഗ് കപ്പാസിറ്റീസ്, ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ, തിയറീസ് എല്ലാം 34 ക്ലോസസ് എല്ലാം. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, റീഡ് ഇറ്റ് കെയർഫുള്ളി.
ഓക്കെ. ദെൻ നെറ്റ് സോയിൽ പ്രഷർ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മള് എന്താ പറയാ, ഫസ്റ്റ് ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചു, ദെൻ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി, ദെൻ ഏരിയ ഓഫ് ഫൂട്ടിംഗ് ആൻഡ് സൈസ് ഓഫ് ഫൂട്ടിംഗ്, ഇത്രയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ നെറ്റ് സോയിൽ പ്രഷർ ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നെറ്റ് സോയിൽ പ്രഷർ എന്ന് പറയുന്നത്? നമുക്ക് ടോട്ടൽ ലോഡും ഏരിയ അറിയാം അല്ലെ. ടോട്ടൽ ലോഡ് ബൈ ഏരിയ ആണ് നമ്മുടെ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ആ ഒരു പെർട്ടിക്കുലർ ഫൂട്ടിങ്ങിന്റെ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ നെറ്റ് സോയിൽ പ്രഷർ അവിടെ വരുന്ന ടോട്ടൽ പ്രഷർ ആസ് പെർ അവർ റിക്വയർമെന്റ്, നമ്മുടെ റിക്വയർമെന്റിനും നമ്മുടെ ലോഡിനും നമ്മുടെ ഫൂട്ടിങ്ങിന്റെ ഏരിയക്ക് അനുസരിച്ച് എത്ര വരെ നമ്മുടെ ലോഡിനുള്ള പ്രഷർ ഉണ്ട്. സോയിലിന്റെ പ്രഷർ നമുക്കറിയാം ഓൾറെഡി, സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. നമ്മുടെ സ്ട്രക്ചറിന് എത്ര പ്രഷർ വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതാണ് നെറ്റ് സോയിൽ പ്രഷർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് ബൈ ഏരിയ. ആ കിട്ടുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആണല്ലോ അല്ലെ. സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ബെയറിങ്ങിനേക്കാളും കുറവായിരിക്കണം നമുക്ക് കിട്ടുന്ന എന്താണ് നമ്മുടെ ടോട്ടൽ പ്രഷർ. നമുക്ക് കിട്ടുന്ന നമ്മുടെ ലോഡ് കൊണ്ടുള്ള പ്രഷർ, നമ്മുടെ സ്ട്രക്ചറിന്റെ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ പ്രഷർ സോയിലിന് എടുക്കാൻ പറ്റുന്ന പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് കോഴ്സ് ഫെയിൽ ആവും. സോ നെറ്റ് സോയിൽ പ്രഷർ obtained here should be less than the safe bearing capacity of that soil. സോയിലിന്റെ കപ്പാസിറ്റിനേക്കാളും കുറവായിരിക്കണം. യൂണിഫോം പ്രഷർ നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ IS 456 34.1 അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോയിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പറയുന്നത് വേർട്ടിക്കൽ ഇങ്ങനെയൊക്കെയാണ് സോയിലിന്റെ പ്രഷർ. ഇപ്പൊ സാൻഡി സോയിലാണ്, സാൻഡി ടൈപ്പ് ഓഫ് സോയിൽ ആണെങ്കിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കണ്ടോ, ഫൂട്ടിങ്ങിന്റെ താഴെ ഇങ്ങനെ ഒരു വേരിയേഷനിലായിരിക്കും, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ, വലിയ കുഴപ്പമുണ്ടാവില്ല, സേഫ് ആയിരിക്കും നമ്മുടെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ. പക്ഷെ ക്ലേ ടൈപ്പ് ഓഫ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫൂട്ടിങ്ങിന്റെ അടിയിൽ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഓഫ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനി ആവറേജ് സോയിൽ പ്രഷർ ആണ് നമ്മൾ യൂഷ്വലി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ്. ആവറേജ് ആയിട്ടുള്ള ഒരു സോയിൽ പ്രഷറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാറ്. ദെൻ കമ്മിങ് ടു 6th സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഈ ഫൂട്ടിങ് ഡിസൈൻ ചെയ്യുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബെൻഡിങ് മൊമെന്റ്, ഷിയർ, ബെയറിംഗ്, ഈ 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഫൂട്ടിങ്. ഈ 3 ഫൂട്ടിങ്ങിന്റെ ഭീഷണിയായിട്ടുള്ള പ്രശ്നങ്ങൾ, വരുന്ന ലോഡ്സ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നോക്കി, ഇതിന്റെ കോളം ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഇത് കോളമാണ്, ഇവിടെ വരുന്നത് ഇതിന്റെ ഫൂട്ടിംഗ് ആണ്. ഓക്കെ, ഇത് ഫൂട്ടിങ്ങിന് നടുക്ക് കോളം ഇട്ടു. അപ്പോ ഈ ഫൂട്ടിങ്ങിന്റെ ഈ സൈഡിൽ നിന്ന് കോളത്തിന്റെ സൈഡിൽ നിന്ന്, ഈ സൈഡിൽ ഉണ്ടാവും, ഈ സൈഡ് ഉണ്ടാവും, ഈ കോളത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പോർഷൻസ്, ഇപ്പൊ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക്, ഇങ്ങനെയുള്ള പോർഷൻസിലേക്കാണ് കൂടുതലും എന്ത് വരുന്നത്, ഈ സോയിൽ പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ചെയ്യുന്നത്. ഈ കോളത്തിന്റെ പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് മാറിയായിരിക്കും. അതായത് കോളത്തിന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോളത്തിന്റെ സൈസ് ഇവിടെ ഫിക്സ്ഡ് ആണ്, ഇവിടെ എന്താണ് ഫ്രീ ആണ്. അപ്പൊ ഒരു കാൻഡിലീവർ സെക്ഷൻ പോലെ, ഒരു കാൻഡിലീവർ പോലെ ആയിരിക്കും ഈ സൈഡിലാണെങ്കിലും ഈ സൈഡിലാണെങ്കിലും ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. ബെൻഡിങ് മൊമെന്റ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാൻഡിലീവർ പോലെ കോളത്തിന്റെ സൈഡ് ഫേസിൽ നിന്ന് ബാക്കിയുള്ള പോർഷൻ, അതൊരു കാൻഡിലീവർ പോർഷൻ പോലെ ആയിരിക്കും ഈ ബെൻഡിങ് മൊമെന്റ് ഇവിടെ ബെയർ ചെയ്യേണ്ടത്. സോ ഇവിടെ വരുമ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ, ബെൻഡിങ് മൊമെന്റ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഈ സൈഡ് ആണെങ്കിൽ ഇവിടെ, ഈ സൈഡ് ആണെങ്കിൽ ഇവിടെ, ഇങ്ങനെയായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻസ് വരും. അപ്പോൾ ഒരു കാൻഡിലീവർ ടെൻഷൻ ആണ് ഇവിടെ ഉണ്ടാവുക. സോ ബെൻഡിങ് മൊമെന്റ് ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് കോളം ഫേസിലായിരിക്കും. ബെൻഡിങ് മൊമെന്റ് ഫൂട്ടിങ്ങിൽ നമുക്കറിയാം QB × B - A ഹോൾ സ്ക്വയർ ബൈ 8 എന്നാണ് യൂഷ്വലി ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻസ് വരുന്നത്. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പൊ ഇതിൽ ആക്ച്വലി വരുമ്പോൾ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കോളത്തിന്റെ ഫേസിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം സോയിലിന്റെ പ്രഷർ അവിടെ അപ്വേർഡാണ് വരുന്നത്. സോ മാക്സിമം ബെൻഡിങ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്, കാൻഡിലീവർ പോർഷനിൽ നിന്ന്, കോളത്തിന്റെ ഫേസിൽ നിന്ന് കാൻഡിലീവർ വരെയുള്ള ആ ഒരു ഫേസിലേക്കാണ്. സോ കോളത്തിന് ബാക്കിയുള്ള 2 പോർഷനും കാൻഡിലീവർ സ്ലാബ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ
സൈസ് ഓഫ് ദി ഫൂട്ടിംഗ് എന്ന് പറയുന്നത്, സൈസ് ഓഫ് ഫൂട്ടിംഗ് നമുക്കറിയാം. ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ടോട്ടൽ സൈസ് എന്ന് വിചാരിക്കും, ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഫൂട്ടിങ്ങിന്റെ സൈസ് എ അല്ലെ. ഇത് ടോട്ടൽ ഫൂട്ടിങ്ങിന്റെ ബി. ഇതാണ് നമ്മുടെ കോളത്തിന്റെ സൈസ് എ അല്ലെ. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ കോളത്തിന്റെ സൈസ് നമ്മൾ ഡിഡക്ട് ചെയ്യുക അല്ലെ. ടോട്ടൽ ബിയിൽ നിന്ന് എ കുറയ്ക്കുക, അപ്പൊ ഇത് പോവും, ബി മൈനസ് എ. അപ്പൊ ഈ കോളത്തിന്റെ പോവും, ബാക്കിയുള്ളത് മാത്രമേ വരുള്ളൂ. ബൈ ടു എന്ന് പറയുമ്പോൾ ഈ പോർഷനിലുള്ളത് കൊണ്ട് ഈ പോർഷനിലുള്ളത്. അപ്പൊ ബൈ ടു എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് ഈ ഹാഫും ഈ ഹാഫും. സോ ബി മൈനസ് എ ബൈ ടു. ഈ ഒരു പോർഷനാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ആയിട്ട് ബെൻഡിങ് മൊമെന്റിൽ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, സോ എൽ ഇസ് ഈക്വൽ ടു ദ പ്രൊജക്ഷൻ ബിയോണ്ട് ദി കോളം ഫേസ്. ഓരോ സൈഡിലും കോളം കഴിഞ്ഞിട്ടുള്ള പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ബൈ ടു, ബി മൈനസ് എ ബൈ ടു, ആ ഒരു പോർഷനാണ്. സോ ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ ടു. നമുക്കറിയാം യൂണിഫോം ലോഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ക്യൂ വിഡ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദി വാട്ട് ദിസ് ഫൂട്ടിംഗ് ആണ്. സോ ബെൻഡിങ് മൊമെന്റ് നമുക്കറിയാം, കാൻഡിലീവറിന്റെ ബെൻഡിങ് മൊമെന്റ് എത്രയാ? WL²/2 ആണ് അല്ലെ കാൻഡിലീവറിന്റെ ബെൻഡിങ് മൊമെന്റ്. അപ്പൊ ഇവിടുത്തെ W എന്താ? ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് സോയിലിന്റെ പ്രഷർ Q. ഓക്കെ, Q ഇൻറ്റു ദെൻ വിഡ്ത്ത് B. Q ഇൻറ്റു ഓരോ പ്രഷറും ഓരോ വിഡ്ത്തിലാണ് ആക്ട് ചെയ്യുന്നത്. സോ Q ഇൻറ്റു B L²/2. Q ഇൻറ്റു B L²/2. അതാണ് നമ്മുടെ ഇക്വേഷൻ. Total bending moment, because it is acts like a cantilever slab, we are using this cantilever equation for moment. Total moment എന്ന് പറഞ്ഞാൽ cantilever equation ആയിരിക്കും. W, this is W L²/2. Q into B into L²/2. So here what is length? Length എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ലെങ്ത് പ്രൊജക്ഷൻ ലെങ്ത് ആ വരുന്നത് B minus A by 2. So ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So QB into B minus A whole² by 8. നമ്മളിത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് വിൽ ബി ദ ഇക്വേഷൻ, ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദി ടോട്ടൽ മൊമെന്റ് ഇൻ ദി ഫൂട്ടിങ്ങിൽ വരുന്ന ടോട്ടൽ മൊമെന്റ് കോളം ഫേസിൽ നിന്ന്. അപ്പോൾ അതാണ് മൊമെന്റ് വരുന്നത്. ഇത് IS 456 34.2 ക്ലോസസിലുണ്ട്. ദെൻ നമുക്ക് സ്റ്റെപ്പ് 7 നോക്കാം, ഡെപ്ത് ഓഫ് ബെൻഡിങ്. ഈ ഡെപ്ത് കണ്ടുപിടിക്കണം അല്ലെ, എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കണം. എന്തിനാ? വൈ വി ആർ സെലക്ടിങ് ദ എഫക്റ്റീവ് ഡെപ്ത്? കാരണം നമുക്ക് ബെൻഡിങ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ സപ്പോസ് ഇതാണ് നമ്മുടെ ഫൂട്ടിങ് എങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ റീൻഫോഴ്സ്മെന്റ് ചെയ്യേണ്ടത്? റീൻഫോഴ്സ്മെന്റ് ചെയ്യേണ്ടതിന് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് അറിയണം അല്ലേ. ടോട്ടൽ ആ ഒരു എന്താ പറയാ കംപ്രഷൻ അല്ലെങ്കിൽ ഈ കോൺക്രീറ്റിന്റെ ഈ ഫേസിൽ നിന്ന് താഴേക്ക് D ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ എന്തിടുന്നത്? എഫക്റ്റീവ് ഡെപ്ത് ഡിസ്റ്റൻസിലാണ് നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വി ഷുഡ് നോ അബൌട്ട് ദിസ്, വാട്ട് ഇസ് ദിസ് എഫക്റ്റീവ് ഡെപ്ത്. അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാക്സിമം മൊമെന്റിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, 0.138 FCK/BD². ആ ഇക്വേഷൻ ചെയ്യാം. ആ ഇക്വേഷനിൽ നമുക്ക് മൊമെന്റ് ഇവിടെ കിട്ടി. അപ്പൊ നമ്മൾ ചെയ്തു, ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ D വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ്, ഈ ഇക്വേഷൻ ഒക്കെ 38.1 ഉണ്ട്. ഓക്കെ, ക്ലോസ്. റൂട്ട് ഓഫ് MU by 0.138 FCK/B. ഇതിൽ നിന്ന് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് ഫിക്സ് ചെയ്യാം. ദെൻ വൺ വേ ഷിയർ. ഇനി ഇവിടെ വരുന്ന അടുത്ത പ്രോബ്ലംസ് ആണ് വൺ വേ ഷിയറും ടു വേ ഷിയറും. ഈ വൺ വേ ഷിയർ എന്ന് പറയുന്നത് ലൈക്ക് ദിസ്. വൺ വേ ഷിയർ എന്ന് പറയുന്നത് സെക്ഷൻ D ഫ്രം ദി കോളം ഫേസ്. നമ്മുടെ കോളത്തിന്റെ ഫേസിൽ നിന്ന്, അതായത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു നമ്മളിവിടെ എഫക്റ്റീവ് ഡെപ്ത് ഫിക്സ് ചെയ്തു അല്ലെ, ഇതാണ് എഫക്റ്റീവ് ഡെപ്ത് ഫിക്സ് ചെയ്ത D എങ്കിൽ ഈ എഫക്റ്റീവ് ഡെപ്തിന്റെ ഡിസ്റ്റൻസ് മാറി കോളത്തിന്റെ ഫേസിൽ നിന്ന് ഉള്ള ഇത് എത്രയാണോ ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു എഫക്റ്റീവ് ഡെപ്തിന്റെ ഡിസ്റ്റൻസിലായിരിക്കും എപ്പോഴും എന്താ ആക്ട് ചെയ്യുന്നത്? വൺ വേ ഷിയർ ഫൂട്ടിങ്ങിൽ ആക്ട് ചെയ്യുന്നത്. വൺ വേ ഷിയർ ആക്ട് ചെയ്യുന്നത് ആ ഒരു റീജിയനിലായിരിക്കും വൺ വേ ഷിയർ ആക്ട് ചെയ്യുന്നത്. എഫക്റ്റീവ് ഡെപ്ത് ഡിസ്റ്റൻസ് മാറി കോളത്തിന്റെ ഫേസിൽ നിന്ന് എഫക്റ്റീവ് ഡെപ്തിന്റെ ഡിസ്റ്റൻസ് മാറിയായിരിക്കും വൺ വേ ഷിയർ എപ്പോഴും ഫൂട്ടിങ്ങിൽ ആക്ട് ചെയ്യുന്നത്. For one way shear, the critical section shall be taken at a distance equal to effective depth from the face of the column or pedestal or wall. So beyond this section, what will happen? Shear cracks ഉണ്ടാവും. ഈ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഷിയർ ക്രാക്സും ഷിയറിനുള്ള വൺ വേ ഷിയറിനുള്ള പ്രോബ്ലംസ് ഉണ്ടാവുക. കാരണം സോ ദിസ് ഇസ് മാക്സിമം ക്രിട്ടിക്കൽ ഷിയർ ഒക്കേഴ്സ് ഫോർ ദിസ്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ വൈ ഇറ്റ് ഇസ് വൺ വേ ഷിയർ? Because it is acting in only one direction.
ഏതെങ്കിലും ഒരു ഡിറക്ഷനിലേ ഇത് ഉണ്ടാവുള്ളൂ. ഈ വൺ വേ ഷിയർ 2 ഡയറക്ഷനിൽ ഉണ്ടാവില്ല. സോ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ വൺ വേ ഷിയർ ഇസ് ഫേസ് ഓഫ് ദി കോളം പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഈ കോളത്തിന്റെ ഫേസിൽ നിന്ന് എഫക്റ്റീവ് ഡെപ്തിന്റെ ഡിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ് ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ വൺ വേ ഷിയർ. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത്? അപ്വേർഡ് സോയിൽ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്ന പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെ? ക്യൂ എന്ന് പറയുന്ന പ്രഷർ ആക്ട് ചെയ്യുന്നതാണ് ഫൂട്ടിംഗ് ഔട്ട്സൈഡിൽ, ക്രിട്ടിക്കൽ സെക്ഷന്റെ ഔട്ട്സൈഡിൽ. സോ ഇപ്പം നമ്മളൊരു സ്ക്വയർ ഫൂട്ടിങ്ങോ റെക്ടാംഗുലർ ഫൂട്ടിങ്ങോ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ W എന്ന് പറയുന്നത് Q into B ആൻഡ് വാട്ട് ഇസ് ദിസ് സെക്ഷൻ? ഈ സെക്ഷന്റെ ഡിസ്റ്റൻസ് എന്താ? ഈ സെക്ഷന്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം ഇവിടം വരെ, അതായത് ഈ ടോട്ടൽ എന്ന് പറയുന്നത് കോളം ഒഴിച്ചിട്ടുള്ളത് B-A അല്ലെ? B-A/2 അതാണ് ഇത്രയും. ഡ്രോ അഗെയിൻ ഫൂട്ടിങ് വരയ്ക്കുകയാണെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ കോളം, ആ കോളത്തിന്റെ സൈസ് A, ടോട്ടൽ ഫൂട്ടിംഗ് സൈസ് B. B-A എന്ന് പറയുമ്പോൾ ഇതുമാണ് B-A അല്ലെ? ടോട്ടലിൽ നിന്ന് കോളം കുറച്ചു. സോ ഈ രണ്ടും by2 എന്ന് പറയുമ്പോൾ ഇത് മാത്രം അല്ലെങ്കിൽ ഇത് മാത്രം B-A/2. -D എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എഫക്റ്റീവ് ഡെപ്തും കൂടി കുറച്ചു നമ്മൾ -D. കാരണം എന്താ? ഇവിടെ ക്രിട്ടിക്കൽ ഷിയർ വരുന്നത് ഈ ഫേസിൽ നിന്ന് D ഡിസ്റ്റൻസ് മാറിയാണ് അല്ലെ? സോ ടോട്ടൽ B-A/2 -D. അപ്പൊ ഈ പോർഷനും ഇവിടെയാണ് ക്രിട്ടിക്കൽ ഷിയർ വരുന്ന പോർഷൻസ്. ഇതാണ് ക്രിട്ടിക്കൽ ഷിയർ വരുന്ന പോർഷൻസ്. അപ്പൊ ഈ പോർഷൻസിൽ ഉള്ള ഡിസ്റ്റൻസ് ആണ് B-A/2 -D ഇൻറ്റു ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ Q into B. അതായിരിക്കും ടോട്ടൽ ഷിയർ, വൺ വേ ഷിയറിന്റെ ടോട്ടൽ ഷിയർ VU. VU is equal to Q into B into B-A/2 -D. Okay, so here B is the footing width, Q is the column, A is the column size, Q is the pressure and D is the effective depth. Then നമ്മൾ നമുക്ക് ഈ കിട്ടുന്ന VU ഉണ്ടല്ലോ, ഈ VU വെച്ചിട്ട് VU/BD കണ്ടുപിടിക്കുക. എന്തിനാണ്? ഫോർ ചെക്കിംഗ് ടോയു. കാരണം ഷിയർ ആണ് ഇവിടെ നോക്കേണ്ടത്, വൺ വേ ഷിയർ. ടോയു is equal to ഷിയർ സ്ട്രെസ് is equal to this VU/BD. ഈ VU/BD നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ ടേബിൾ നമ്പർ 19 IS 456 അതിൽ ടോസിയുടെ വാല്യൂ ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ടേബിൾ 19. ആ ടോസിയുടെ വാല്യൂവും ഈ ടോവിയും ചെക്ക് ചെയ്യാം. ദിസ് ടോവി ഷുഡ് ബി ലെസ് ദാൻ ടോസി ആയിരിക്കണം. ആ കിട്ടുന്ന ടേബിളിൽ നിന്ന് കിട്ടുന്ന ടോസി ആയിരിക്കും. അന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വൺ വേ ഷിയർ ഇസ് ഓക്കെ ഹിയർ. ഓക്കെ, വൺ വേ ഷിയർ സേഫ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊതുവേ നമ്മൾ ഒരിക്കലും വൺ വേ ഷിയറിനോ അല്ലെങ്കിൽ അടുത്ത വേറെ ഷിയറിന് ഷിയർ റീൻഫോഴ്സ്മെന്റ് നമ്മൾ ഫൂട്ടിങ്ങിൽ ഇടില്ല. ഫൂട്ടിങ്ങിൽ മെയിൻ റീൻഫോഴ്സ്മെന്റ് ഇടുള്ളൂ. ഇനി ഷിയർ ഫെയിൽ ആയപ്പോ എന്ത് ചെയ്യും? ഷിയർ ഫെയിലർ ആകുമ്പോഴാണല്ലോ നമ്മൾ ഷിയർ ഡിസൈന് അല്ലെങ്കിൽ ഷിയറിന് വേണ്ടിയിട്ട് നമ്മൾ റീൻഫോഴ്സ്മെന്റ് ചെയ്യുക, സ്റ്റിറപ്പൊക്കെ കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഫൂട്ടിങ്ങിൽ ഒരിക്കലും സ്റ്റിറപ്പ് ഇടില്ല അല്ലെങ്കിൽ ഷിയർ റീൻഫോഴ്സ്മെന്റ് ചെയ്യില്ല. പക്ഷെ ഷിയർ ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൂട്ടിങ്ങിന്റെ സൈസ് കൂടുതലായിട്ട് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഷിയർ റീൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ഷിയർ റീൻഫോഴ്സ്മെന്റ് ഒരിക്കലും ഫൂട്ടിങ്ങിൽ വരില്ല. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി എന്താണ് വൺ വേ ഷിയർ. ഇനി വൺ വേ ഷിയറിൽ തന്നെ ഇതിന്റെ ക്ലോസസ് ഒക്കെ വരുന്നത് IS 456 34.2.1. ഈ വൺ വേ ഷിയറിന്റെ ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ടു വേ ഷിയർ പഞ്ചിങ് ഷിയർ എന്ന് പറയും. ഈ ടു വേ ഷിയർ പഞ്ചിങ് ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, രണ്ട് സൈഡിലേക്കും ഷിയർ വരികയാണ്. എങ്ങനെ? കാരണം നമ്മുടെ കോളത്തില് ഈ ലോഡ് ഇങ്ങനെ വരുമ്പോൾ ഈ കോളത്തിന് ഇങ്ങനെ താഴേക്ക് പഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. താഴെയുള്ള നമ്മുടെ സോയിലിന് മുകളിലേക്ക് പ്രഷർ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ the shear and footing in localized shear failure that occurs around the column. കോളത്തിന്റെ ചുറ്റും when the column load is so high, കോളത്തിന്റെ ലോഡ് ഭയങ്കര ഹൈ ആവുമ്പോൾ അത് പഞ്ച് ചെയ്യും. ആ കോളം പഞ്ച് ത്രൂ ദ ഫൂട്ടിംഗ് ഫൂട്ടിംഗ് സ്ലാബിലേക്ക് പഞ്ച് ചെയ്യും. So it is when a column transfers a concentrated load, the punching towards downwards, താഴേക്ക് കോളത്തിലേക്ക് ബൈ കോളം ടു ദി ഫൂട്ടിങ്ങിലേക്ക് ഇത് താഴേക്ക്. അപ്പൊ താഴെയുള്ള സോയിൽ പ്രഷർ എന്ത് ചെയ്യും? മുകളിലേക്ക് അത് പ്രഷർ അപ്വേർഡ് ചെയ്യും, അപ്വേർഡ് പ്രഷർ മുകളിലേക്ക് ചെയ്യും.
സോ ഹൈ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ഓൾ അറൌണ്ട് ദി കോളം. കോളത്തിന്റെ ചുറ്റും ഷിയർ സ്ട്രെസ് ഭയങ്കരമായിട്ട് വരും. അത് രണ്ട് ഡിറക്ഷനിലേക്കും, എക്സ് ഡിറക്ഷനിലും വൈ ഡിറക്ഷനിലും, കോളത്തിന്റെ രണ്ട് ഡിറക്ഷനിലും ആ ഒരു വരും, ആ ഒരു ടോട്ടൽ ഷിയർ എക്സേർട്ട് ചെയ്യും. This creates shear stresses in two perpendicular directions simultaneously. So why this is known as two-way shear or punching shear. If these stresses exceeds chondrite capacity നെക്കാളും exceed ചെയ്യാണ് ഈ സ്ട്രെസ്സസ് എല്ലാവരും കൂടി എന്ത് സംഭവിക്കും, അത് പഞ്ച് ചെയ്തിട്ട് ഫൂട്ടിങ് പഞ്ച് ചെയ്ത് ഒരു കോൺ ടൈപ്പ് ഓഫ് ഫെയിലിയർ അവിടെ ഒക്കർ ചെയ്യും, ടോട്ടലി ഫെയിൽ ആവും. എപ്പോ ഈ ടോട്ടൽ സ്ട്രെസ്സസ് നമ്മുടെ കോൺട്രീറ്റിന്റെ കപ്പാസിറ്റിനേക്കാളും കൂടുതലാവുകയാണ്. അതുകൊണ്ടാണ് അതിനെ അതായത് നമ്മൾ എന്തുകൊണ്ട് അതിനെ പഞ്ചിങ് ഷിയർ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചല്ല, നമ്മുടെ കോളം പഞ്ച് ചെയ്യാണ് സ്ലാബിലേക്ക്. അപ്പൊ ഈ നമ്മുടെ ഫൂട്ടിങ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സ്ലാബ് പോലെ ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് വൈ വി ആർ നോൺ ആസ് ഇറ്റ് ഇസ് പഞ്ചിങ് ഷിയർ, ടു വേ ഷിയർ, രണ്ട് ഡയറക്ഷനിലേക്ക് ടു വേ ഷിയർ ഓർ പഞ്ചിങ് ഷിയർ. സോ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ അഡീക്വേറ്റ് ആയിട്ട് ഇതിന്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർണിംഗ് ഇല്ലാതെ പെട്ടെന്നുള്ള ഫെയിലിയർ ആയിരിക്കും ടു വേ ഷിയറിന്റെ ഫെയിലിയർ. സോ ഇവിടുത്തെ ഡിസൈൻ പറയുന്നത് പെരിമീറ്റർ ക്രിട്ടിക്കൽ പെരിമീറ്റർ അറ്റ് d/2 ഫ്രം ദി കോളം ഫേസ്. കോളത്തിന്റെ ഫേസിൽ നമ്മൾ പറഞ്ഞു വൺ വേ ഷിയർ ആണെങ്കിൽ കോളത്തിന്റെ ഫേസിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയായിരുന്നു, എഫക്റ്റീവ് ഡെപ്ത് ഡിസ്റ്റൻസ് മാറി. ഇത് കോളത്തിന്റെ ഡെപ്തിൽ നിന്ന്, കോളത്തിന്റെ ഫേസിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് മാറും. d/2 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും വരുന്നത്, എന്തിന്റെ വരുന്നത്, നമ്മുടെ ടു വേയുടെ ഷിയർ വരുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, അവിടെ നമുക്ക് ഒറ്റ ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോ ഈ കോളത്തിന്റെ ഇതിന്ന് മാറിയിട്ട് d/2 ഡിസ്റ്റൻസ് മാറിയിട്ട്, ഞാൻ പ്ലാൻ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പ്ലാൻ ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ കോളത്തിന്റെ പ്ലാനെങ്കിൽ, ഇത് നമ്മുടെ കോളം അല്ല, ഫൂട്ടിങ്ങിന്റെ പ്ലാൻ. ഇതിവിടെ നമ്മുടെ കോളം വരുന്നു. ഈ കോളത്തിന്റെ ഫേസിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ട് d/2, കോളത്തിന്റെ ഫേസിൽ നിന്ന് d/2 ഈ ഒരു ഡിസ്റ്റൻസിൽ പെരിമീറ്ററിൽ 4 സൈഡിലേക്കും ഇങ്ങനെയാണ് നമ്മുടെ പഞ്ചിങ് ഷിയർ. ഇത് മൊത്തം സൈഡിലേക്ക്, രണ്ട് ഡയറക്ഷനിലേക്കും വരികയാണ്. അപ്പൊ 4 സൈഡിലേക്കും ഇങ്ങനെ പഞ്ചിങ് ഷിയർ, ക്രിട്ടിക്കൽ ഷിയർ ഇവിടെ ആക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ക്രിട്ടിക്കൽ ഷിയർ ഫോർ ടു വേ ഷിയറിനുള്ള ക്രിട്ടിക്കൽ ഏരിയ. ഇതാണ് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തത്. സോ ഇതിന്റെ ക്ലോസ് 31.6 ആൻഡ് 34.2.4 റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്. മെയിൻ റീൻഫോഴ്സ്മെന്റ് ആസ് യൂഷ്വൽ ബോട്ടത്തിൽ നമ്മൾ കൊടുക്കും. മിനിമം റീൻഫോഴ്സ്മെന്റ് 0.12% ആണ്. ഇവിടെ രണ്ട് ഡിറക്ഷനിൽ നമ്മൾ സ്റ്റീൽ ഇടണം, കാരണം രണ്ട് ഡിറക്ഷനിലും ഷിയർ ഉള്ളത് കൊണ്ട്. ദെൻ IS 456 26.5.2. പിന്നെ നമ്മൾ ഒരിക്കലും ഇവിടെ സ്റ്റിറപ്പ് റീൻഫോഴ്സ്മെന്റ് ഒന്നുമില്ല, മെയിൻ റീൻഫോഴ്സ്മെന്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഫുൾ ആങ്കറേജ്, പിന്നെ ഡെവലപ്മെന്റ് ലെങ്ത് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഈ കോളത്തിൽ നിന്ന് നമ്മുടെ ഫൂട്ടിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ കോളത്തിൽ നിന്നുള്ള സ്റ്റീൽ ഇങ്ങനെ ഇറക്കി ഫൂട്ടിങ്ങിലേക്ക് ഇടണം. ഒരു ഡെവലപ്മെന്റ് ലെങ്ത്തിൽ വേണം ഇടാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ കോളം കഴിയുമ്പോഴേക്കും ഇവിടുത്തെ സ്റ്റീൽ നിർത്തിയാൽ ഡിസ്കണ്ടിന്യൂറ്റി, ട്രാൻസ്ഫർ ഓഫ് ലോഡ് കറക്റ്റ് ആവില്ല, ഫെയിലിയർ ഉണ്ടാവും. So we should check the development length at the end of each steps of the footing design. So these are the main difference of the one-way shear and two-way shear that we already explained. So after this punching shear കിട്ടിക്കഴിഞ്ഞാൽ ടോവി അതായത് നമ്മളുടെ ടു-വേ ഷിയർ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ടോവി കണ്ടുപിടിക്കുന്നത്, നമുക്ക് കിട്ടിയ ടു-വേ ഷിയർ ഉണ്ടല്ലോ, ആ VU/B0D. ഈ B0 എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. ആ ക്രിട്ടിക്കൽ സെക്ഷന്റെ പെരിമീറ്റർ ഉണ്ടല്ലോ, ഞാൻ ആ റെഡിൽ വരച്ച്, അതാണ് B0 ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത്. സോ വിൽ ഗെറ്റ് ദി ടോവി. ആ ടോവി എന്ന് പറയുന്നത് ഷുഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോസി മാക്സ്. മാക്സിമം ടോസി മാക്സ് ഉണ്ടല്ലോ നമ്മുടെ കോഡ് പറയുന്നത്, അത് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം 0.25√FCK. ഈ ഇക്വേഷനൊക്കെ നമ്മുടെ കോഡിൽ പറയുന്നുണ്ട്. ആ കോഡ് അനുസരിച്ചിട്ട് ആ കോഡിൽ നിന്ന് ടോസി മാക്സ് കണ്ടുപിടിക്കുക. അതിനേക്കാളും ചെറുതായിരിക്കണം നമ്മുടെ ടു-വേ ഷിയറിന്റെ ടോവി, VU/B0D. അപ്പൊ അത് കുറവാണെന്നുണ്ടെങ്കിൽ അത് സേഫ് ആണ്. സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക നമ്മുടെ കോളത്തിന്റെ ഡെപ്ത് ഇസ് നോട്ട് ഇനഫ്. സോ നമ്മൾ കോളത്തിന്റെ ഡെപ്തോ സൈസോ കൂടുതലായിട്ട് കൊടുക്കുക. സോ ദെൻ കവർ ആൻഡ് ഡീറ്റെയിൽസ്. മിനിമം കവർ ഫൂട്ടിങ്ങിന് എപ്പോഴും
എന്താണ് ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് ആണ് കൂടുതൽ. ഞാൻ കോളം എന്ന് പറയാം. ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് എപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇഫ് 2-way shear and 1-way shear is not safe, and we are not recommending any stirrup or shear reinforcement here. Then minimum cover for footing is 50 mm. ബാർ എപ്പോഴും ഈവൻലി സ്പേസ്ഡ് ആയിരിക്കണം. കോളം ബാർസ് പ്രോപ്പർലി ആങ്കർ ചെയ്തിരിക്കണം. ദീസ് ക്ലോസസ് ആർ ഡിസ്കസ്ഡ് ഇൻ IS 456-26.4. So design summary: area from safe bearing capacity you should check. Depth governed by shear, steel governed by bending, designed as per IS codes. These are the main criteria for designing the footing. ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു ഒറ്റ ഡിസൈൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ ആൻസർ ബോത്ത് റെക്ടാങ്കുലർ ആൻഡ് സ്ക്വയർ. ചെറിയ ഡിഫറൻസ് വേരിയേഷൻസ് റെക്ടാങ്കുലറിലും സ്ക്വയറിലും വരാറുണ്ട്. സോ ഇത് നന്നായിട്ട് ഈ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ കാൽക്കുലേഷൻ ഇതിന്റെ ഒത്തിരി പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി അറ്റൻഡ്, യു വിൽ ഗെറ്റ് ദി ഫുൾ മാർക്സ് ഇൻ ദ 4th മൊഡ്യൂൾ. കാരണം ഇനി വരുന്നതിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് ജസ്റ്റ് സോഫ്റ്റ്വെയർ അനാലിസിസ് ആണ്. സോ 4th മൊഡ്യൂള് നിങ്ങൾക്ക് സെക്യൂർ ആയിരിക്കും മാർക്ക് ഇഫ് യു ഗോ ത്രൂ ഇറ്റ്, ഇഫ് യു സ്റ്റഡി പ്രോപ്പർലി ദിസ് ഡിസൈൻ സ്റ്റെപ്സ്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ചാനലിലൂടെ നമുക്ക് കാണാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.